വൈശാലി റോസ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇത് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു കോഡ് സെറ്റ് തയ്ക്കാനായിട്ടുള്ള മെറ്റീരിയൽ. ഇത് 3.5 മീറ്റർ തുണിയാണ്. ഇതിൻ്റെ നല്ല വശമാണ് ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത്. ഉൾവശം നമുക്ക് മറിച്ചിട്ട് നീളത്തിൽ ഫുള്ള് എടുത്തിട്ട് നമ്മൾ വീതി പാടം ഒന്ന് മടക്കിയിട്ടാണ് എടുക്കുന്നത്. അപ്പം ഞാൻ ആദ്യം ഇതുകൊണ്ടൊരു പലാസോ പാൻറ് എടുക്കും. ആ പലാസോ പാൻറ് തയ്ച്ച വീഡിയോ ഞാൻ ഇതിലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ അതിൻ്റെ ടോപ്പാണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ പലാസോ പാൻറ്റിൻ്റെ ആദ്യത്തെ 2 പീസ് ബാക്ക് ഫ്രണ്ടും കട്ട് ചെയ്തെടുത്ത് മാറ്റി വെച്ചു ആദ്യത്തെ. എന്നിട്ടാണ് ഞാനിത് അളവ് അടയാളപ്പെടുത്തി തയ്ച്ച് നിങ്ങളെ കാണിക്കുന്നത്. അതിൻ്റെ വിശദമായ വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ അഥവാ അത് കാണാത്തവരാണെങ്കിൽ കാണുന്നത് എഴുതിയിട്ട് അതും കൂടെ പോയി കണ്ടിട്ട് വരണം. ഇപ്പോഴത്തെ നിങ്ങൾക്ക് നമുക്കറിയാമല്ലോ, പിള്ളേർ സെറ്റൊന്നുമില്ല, ആർക്കും ഇടാവുന്ന കോഡ് സെറ്റാണ് ഞാൻ തയ്ക്കുന്നത്. ഈ കോഡ് സെറ്റിൻ്റെ പ്രത്യേകത പലാസോ പാൻറ്റുമാണ്. ഒപ്പം ഇടുന്ന ടോപ്പ് ചെറിയ ടോപ്പ്, സ്ലീവൊക്കെ കുറച്ച് എടുത്ത് ഉള്ള ഒരു ചെറിയ ടോപ്പ്. അപ്പോൾ എല്ലാവർക്കും ഇത് ട്രൈ ചെയ്യാം. ഇടാൻ നല്ല സുഖമാണ്. ഏത് മെറ്റീരിയലിലും ഇടാം. ഇതൊരു പ്രത്യേകതരം കോട്ടൺ മിക്സ് ആയിട്ടുള്ള ഒരു തുണി, റയോൺ പോലെ കിടക്കുന്ന ഒരു തുണി, അതിലേക്ക് എടുക്കുന്നത്. അപ്പം നമുക്ക് ഇതല്ല നിങ്ങളെ കാണിക്കാനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ടോപ്പ് തയ്ക്കുന്നത് അതിനെ കാണിച്ചത് ആർക്കെങ്കിലും കാണണം കാണും. ബാക്കി തുണി ഇത്രയുണ്ട്. 28 ഇഞ്ച്, നമുക്ക് അത്രയും വേണ്ട. ഒരു ഇറക്കം 24 ഇഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ ചെറിയ ടോപ്പിന്, ആ ചെറിയ ടോപ്പിന് തീർച്ചയായതല്ല, അതിനൊക്കെ സ്വല്പം ഇത്ര ഇറക്കവേ കുറച്ച് മതി നമ്മൾ. അതുകൊണ്ട് ഞാൻ ആകെ തുണിയെ 24 ഇഞ്ച് നീളം കിട്ടത്തക്ക രീതിയിൽ മടക്കി, എന്നിട്ട് വീതിപ്പാട് മടക്കി 4 ഇഞ്ചായിട്ട് ഇടുക. മനസ്സിലായല്ലോ? നമ്മൾ ചുരിദാറൊക്കെ തയ്ക്കാൻ വേണ്ടി ചെയ്യുന്ന പോലെ 4 ആക്കി കിട്ടും. ഇത്രയും പിടി കിട്ടിയത് കിട്ടും. അടിഭാഗം നമുക്ക് വരച്ചിട്ടേക്കാം, കട്ട് ചെയ്തിട്ട് നമുക്ക് സ്വസ്ഥമായിട്ട് കാത്തി വെട്ടാവല്ലോ. ഇത് ഈസി ആയിട്ട് വെട്ടുക, അങ്ങനെ വലിയ അങ്ങനെ ഈസി ആയിട്ടുള്ളൊരു ടോപ്പാണ് തയ്ക്കുന്നത് കേട്ടോ. എളുപ്പത്തിൽ പിള്ളേർക്ക് യാത്ര ചെയ്യാനോ വീട്ടിലിടാനോ എന്നാ വേണം, എന്തിനു വേണം. അപ്പോൾ നമുക്കിതിൻ്റെ വീതി എന്ന് പറയുന്നത് ചെസ്റ്റ് ഒരു 36 എന്ന് പറയുമ്പോൾ ചെസ്റ്റാണേ. അതിൻ്റെ കൂടെ 4 ഇഞ്ച് കൂട്ടി 40-ൻ്റെ 4-1 വെച്ചാണ് കണക്ക് കൂട്ടിക്കുന്നത്. ഇതിൻ്റെ നെക്കിന് ഞാൻ എടുക്കുന്നത് പീക്ക് എടുത്ത് തയ്ക്കാൻ നെക്ക് വിട്ട് 3.5-യും ലെന്ത് 7 ഇഞ്ചും എടുത്തിട്ടുണ്ട്. അത് മറക്കട്ടെ. ഇവിടെ കണ്ടോ, ആ 7 ഇഞ്ച് എടുത്തിട്ട് ഞാൻ 1/2 ഇഞ്ച് നീക്കി വരച്ചാണ് കെട്ടിയത്. ഇതിൻ്റെ ഷോൾഡർ എങ്ങനെയാണ് ഷോൾഡർ നീക്കി എടുക്കും. കാരണം കയ്യിൽ സ്ലീവ്ലെസ്സാണ്. ഒന്ന് വിചാരിച്ച് സ്ലീവ്ലെസ് ആണെന്ന് വിചാരിച്ച് പിന്നെ കൈ കയറിയാണ് കിടക്കുന്നത്. അത് വന്നു അത്രയും പിടി കിട്ടുമോ. അപ്പോൾ കൈക്കുഴിക്ക് വേണ്ടി എടുത്തേക്കുന്ന 7.5-യോ 8-ഓ എടുത്തു. ആ സൈസിലുള്ള മോഡലായിരുന്നു. സ്വല്പം കൈക്കുഴി സാധിക്കും. എന്നിട്ട് കണ്ടോ ഞാൻ എങ്ങനെ വരയ്ക്കുന്നത്. സാധാരണ കൈക്കുഴി വരയ്ക്കുന്നതല്ലേ, സാധാരണ കൈക്കുഴി വരയ്ക്കുന്ന പോലെ അങ്ങനല്ലല്ലോ വരയ്ക്കുന്നത്. അപ്പം ഞാൻ ഈ ഷോൾഡർ എടുത്തിട്ട് പറയുന്നത് ഒരു 8-ഓ 9-ഓ എടുത്തു കേട്ടോ. മനസ്സിലായോ? അത് നിങ്ങൾ ഓരോരുത്തരെ തയ്ക്കുന്ന പിള്ളേർക്ക് അവരുടെ ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ കൈ ഇങ്ങനെ കേട്ടോ, ഒരു പ്രത്യേക രീതിയിലെ കൈകൾ വെട്ടിയെടുക്കും. ഇനി ഇത്ര നീളം വേണ്ട നമുക്ക് തയ്ക്കാൻ നേരത്ത് വെട്ടിക്കളയാം. ഇച്ചിരി വേണമെങ്കിൽ സ്വല്പം കൂടെ മുന്നോട്ട് എടുത്തിട്ട് ചെയ്യാം. നമ്മൾ ഒരു 14 ഇഞ്ച് ഇറക്കത്തിൽ ഷേപ്പ് നമ്മൾ അടയാളപ്പെടുത്തി. ഷേപ്പ് എന്ന് പറയുന്നത് 32ആണ്. 32-ഉം 34-ൻ്റെ 4 പ്ലസ് ഒരു 2 ഇഞ്ച് സീം അടയാളപ്പെടുത്തി താഴെയും മാക്സിമം നമ്മൾ എടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, താഴത്തേത് നിങ്ങൾക്ക് കൂടുതൽ ഇങ്ങനെ നല്ല ശരിയായിട്ട് കിടക്കണമെങ്കിൽ കൂടുതൽ എടുക്കാം. ഇതൊരു നോർമൽ സൈസ് എടുക്കാം. ഒരു ബ്ലൗസ് എടുത്ത് കണ്ടല്ലോ. ഇനി നമുക്ക് പുറത്തേക്ക് 2 പീസാക്കാം. ഇത് തയ്ച്ച് നോക്കണം. നിങ്ങളെ കണ്ടച്ച് പോയാൽ പോരാ. ഏതെങ്കിലും ഒരു മെറ്റീരിയൽ എടുത്ത്, ഒത്തിരി വിലയുള്ള മെറ്റീരിയൽ ആദ്യം എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ തയ്ച്ചു. നമുക്കിതിൽ ഒരു പീസൊന്ന് മാറ്റിയെടുക്കാം. ബാക്ക് പാർട്ട് ഒരു പീസൊന്ന് ബാക്ക് പാർട്ട്. അപ്പം നിങ്ങൾ ശ്രമിക്കണം, കണ്ടാൽ പോലെ. ഒത്തിരി പേര് കാണുന്നവരുണ്ട്, കണ്ടിട്ട് എന്നാ കാര്യമില്ല. തയ്ക്കാൻ ശ്രമിക്കണം. തയ്ക്കുന്നവരുണ്ട്. അയ്യോ 14 നൈറ്റ് തയ്ച്ച് കൊടുത്തെന്ന് പറഞ്ഞ കക്ഷിയുണ്ട് വിഷുവിന് എൻ്റെ ചാനൽ കണ്ടിട്ട്. എനിക്ക് സന്തോഷം. അപ്പോൾ ഇതൊരു ഫ്രണ്ട് പാർട്ടാണ്. ഇതിൻ്റെ സൈഡിലത്തെ ഒരു സ്ലോപ്പ് എടുത്തിട്ട് നമ്മുടെ സ്ലീവിൻ്റെ ഷേപ്പ് നോക്കി കണ്ടോ. ഷേപ്പ് ഇങ്ങനെ അല്ലല്ലോ സാധാരണ വയ്ക്കുമ്പോൾ ഷേപ്പ് ആണോ? അല്ലല്ലോ, ഇത് വ്യത്യാസമില്ല. അപ്പോൾ നമുക്കിങ്ങനെ വെട്ടിക്കഴിഞ്ഞിട്ട് അല്ലെ തയ്ച്ച് ഒരു വിധം ലാസ്റ്റ് ആവുന്ന കൈ ചെയ്യൊക്കെ പോലെ വന്നിട്ട് ഇത് ഈ പീസിന് നമുക്ക് അടിയിലൂടെ രണ്ടാമത്തെ പീസിലൂടെ 7 അകലം. എന്നിട്ട് നമുക്ക് ഇത് 2 സെപ്പറേറ്റ് 2 ഭാഗത്ത് 2 സെപ്പറേറ്റ് ഇത്രയും കണ്ടു. ഞാൻ ബാക്ക് പാർട്ടിൽ
3.5 ഇഞ്ച് വിട്ടും 3.5 ഇഞ്ച് ഇറക്കവുമുള്ള ഒരു സാധാ യു ടൈപ്പ് ഡിസൈൻ ചെയ്യും. 3.5 ഇഞ്ചും 3.5, മറ്റേതിന് 3.5 അല്ലേ എടുത്തേക്കുന്നത്, 3.5 വേണം, നല്ല തോളെ തിരിച്ചെടുത്ത് കിടക്കട്ടെ, കാരണം ഇച്ചിരി വെട്ടവും വെളിച്ചമൊക്കെ കയറിക്കോട്ടെ, അതുകൊണ്ടാണ്. ഇനി നമുക്ക് ഇഷ്ടം പോലെ ഇത്രയും 3.5 മീറ്റർ തുണി എടുത്തെങ്കിലും ബ്ലൗസ് ഇവിടെ കയറുന്നു ടോപ്പ്, അതുകൊണ്ട് തുണി ഉണ്ട് ഇഷ്ടം പോലെ. അതിൽ ഒരു പീസ് ഇങ്ങനെ ഒരു തുണി മടക്കി അതിൻ്റെ മോശം വശത്തേക്ക്, ഇതിൻ്റെ നല്ല വശം മോശം വശത്തേക്ക് ഈ പറഞ്ഞ 3.5 ഇറക്കം എത്രയാണ് 3.5 എടുത്തിട്ട് മുമ്പത്തെ പോലെ തന്നെ ഷേപ്പ് ചെയ്യും. കണ്ടല്ലോ. ഇനി ആ മറുവശത്ത് അതുപോലെ ഇവിടെ 3.5 വരച്ച് വെച്ചാൽ അല്ല, ചിലപ്പോൾ നമ്മൾ തയ്ക്കാൻ നേരം തയ്ക്കും, ഇവിടെ അടയാളം ഇട്ടത് നമ്മളവിടെയും ആ ഷേപ്പ് വരും. കണ്ടല്ലോ. ഇനി നമുക്ക് ഈ വീതി എന്തേലും വേണമെന്നുള്ള നമ്മുടെ ഇഷ്ടമാണ്. നിങ്ങൾ കണ്ട് റെഡിമെയ്ഡ് ഡ്രസ്സുകളിലൊക്കെ നല്ല ഇങ്ങനൊരു പ്രത്യേക ഈ പറഞ്ഞ ഷേപ്പിൽ അല്ലേ, എക്സ്ട്രാ തുണി പിടിപ്പിച്ച് തയ്ച്ചേക്കുന്ന, അതുപോലെ നമ്മൾ ആ ഷേപ്പിലാണ് ബാക്ക് പാർട്ട് എടുക്കുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ തയ്ക്കേണ്ട നല്ല തുണിയുടെ സെൻറ്റർ ഭാഗത്ത് ഒരു നീട്ടി കൊടുത്തിട്ട് അതേലോട്ട് അതിൻ്റെ അതിലോട്ട് നമ്മൾ അതിൻ്റെ നല്ല വശത്തോട്ട് നമുക്ക് പിടിപ്പിക്കേണ്ട തുണിയുടെ മോശം വശം ആ 2 കട്ടിങ് ഇതുപോലെ വെച്ച് സെറ്റ് ചെയ്യും. പിന്നിട്ട് തന്നെ, കാരണം തുണിയിട്ടാൻ പറ്റുന്നത് പിന്നിട്ട്, അപ്പം നമ്മുടെ കഴുത്തിൻ്റെ ഷേപ്പ് ഒക്കെ പിന്നിട്ടാൻ മറക്കും നടുവിടും. എന്നിട്ട് നമ്മൾ ആ വരച്ച കൃത്യമായ കഴുത്തിലൂടെ നമുക്ക് അടിച്ചിട്ട്, ഈ കഴുത്തൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളല്ലോ ചെയ്യാം. ബാക്കിൽ വി വേണേ ബാക്കിൽ വി വെക്കാം, കുറച്ചുകൂടെ കഴുത്ത് ഇറങ്ങി കിടക്കണമെങ്കിൽ പുറകുവശത്ത് ഇറക്കി വെക്കാം. ഇതൊരു നോർമൽ 3.5 ന്യായമായ കഴുത്ത്. അല്ലെങ്കിൽ ചെറിയ ടോപ്പ് ഉണ്ടെങ്കിൽ വലിയ കഴുത്ത് വെക്കുക, പിള്ളേർ സെറ്റിനൊക്കെ ചെറിയ ടോപ്പ് വെക്കുക. നമ്മൾ തയ്ച്ചെടുക്കുന്നത് ബാക്കി ഓരോന്നൊക്കെ കൊടുക്കുന്നതോടെ തയ്യലിൽ കൊള്ളാതെ എന്നിട്ട് നമുക്കൊന്ന് പതിച്ചിട്ട് തയ്ക്കാം. ഒന്ന് പതിച്ചിലേക്ക് വലിച്ചു പിടിക്കുക. ഒരിക്കലും ഈ നമ്മുടെ നല്ല തുണിയിലേക്ക് അടുത്ത് കൊണ്ടുവരുന്നത് ഒരാൾക്ക് അതുപോലെ തയ്യൽത്തിൻ്റെ അകത്തോട്ടാണ് പുറത്തോട്ട് പുറത്തോട്ട് കഴിക്കുന്നുണ്ട്. അതിൻ്റെ അരി ഞാൻ തയ്ക്കുന്നുണ്ട്. അരി വരുന്നത് ഈ പുറത്ത് വെച്ച ബാക്കിൽ എക്സ്ട്രാ പിടിപ്പിച്ച കഴിക്കുന്നുള്ള പീസുണ്ട്, അതിൻ്റെ അരിഞ്ഞ് അടിച്ചിട്ട് ചെയ്യുന്നത് നല്ലത്. ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അരി വരുന്നത് ഇത് നമുക്ക് ഹെം ചെയ്ത് പിടിപ്പിക്കാം, അല്ലെങ്കിൽ അടിച്ചു വേണമെങ്കിലും പിടിപ്പിക്കാം. നല്ല കറക്റ്റ് നൂലാണെങ്കിൽ നമുക്ക് അടിച്ചു പിടിപ്പിക്കാറ്. ഞാൻ അടിച്ചേ പിടിപ്പിക്കട്ടെ, കാരണം ഞാൻ അടിച്ചു പിടിപ്പിക്കാറില്ല. ഒടിച്ചേ അടിച്ചു പിടിപ്പിക്കാവൂ, അല്ലെങ്കിൽ ചുളുക്കം. ഇനി നമ്മൾ ഫ്രണ്ട് പാർട്ട് എന്നാ ചെയ്യണം ആലോചിക്കും. ഫ്രണ്ട് പാർട്ട് മുമ്പത്തെ പോലെ തന്നെ തുണിയുണ്ടല്ലോ ഇഷ്ടം പോലെ, ഇവിടെ 2 പീസ് ഒരുവിധം വീതിയുടെ തുണിയാണ്, കണ്ടോ, ഇത്രയും വീതിയുടെ തുണി. ഈ തുണിയിൽ നമുക്ക്, ഇത് നമ്മുടെ നല്ല തുണിയാണ്, ഈ തുണിയിലേക്ക് നമുക്ക് ഈ പീസ് ഇത് കണ്ടോ, ഈ തുണിയിൽ ആ 3.5 അടയാളപ്പെടുത്തും. കണ്ടോ, 3.5-ഉം 7-ഉം ഈ തുണിയിൽ അടയാളപ്പെടുത്തണം. എന്നിട്ടാണ് മോശം തുണിയെ നല്ല തുണിയുടെ നല്ല വശത്തേക്ക് തിരിച്ച് വെച്ചിട്ട് അവിടെ ഒരു 1/2 ഇഞ്ച് വീട്ടി ഞാൻ വരച്ചെന്ന് പറഞ്ഞില്ലേ, അവിടെ നിർത്തി താഴോട്ട് പോകാം. അല്ലാതെ ഇത് ഫുൾ അപ്പം ലൈനിങ് പോലെ വരും. അത് പക്ഷേ മൊത്തമില്ല താനും, താഴെ വരെ ഈ തുണി ലൈനിങ് പറ്റും. അത് പക്ഷേ ഇച്ചിരി നീളം കുറഞ്ഞു പോയി, അതുകൊണ്ട് ശരിയാകത്തില്ല. ഇത് പിടിക്കും കേട്ടോ. അപ്പം ഞാൻ കഴിച്ചിട്ട് അത് പിടിക്കാതിരിക്കാൻ പറ്റുന്നത് പറ്റില്ല. എന്നിട്ട് നമുക്കത് പഠിക്കും. എന്നിട്ട് നമ്മളൊന്നും ചെയ്യുന്നത് 2 പക്കത്തോട്ട് കൊടുത്തിട്ടുണ്ട്. ഈ പീസ് സാധാരണ പീസ് പോലെ അടിക്കും. ഇത്രയും മാത്രം കണ്ടോ. അവിടെ ഒരു വളവുണ്ടല്ലോ, ആ വളവ് നന്നായിട്ട് അതെ നമ്മൾ പിടിപ്പിക്കുമ്പോൾ അങ്ങനെ. നിങ്ങളുള്ള ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഇത് ഫ്രണ്ട് ഓപ്പണാണ് എന്ന് വിചാരിച്ച് ഞാൻ സാധാരണ ഫ്രണ്ട് ഓപ്പൺ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഫ്രണ്ടിലെ ഇടതുവശത്തും വലതുവശത്തും നമ്മൾ തുണി അറ്റാച്ച് ചെയ്യും അല്ലേ. ഒരെണ്ണം നമ്മൾ അകത്തോട്ട് മടക്കും, ഒരെണ്ണം നമ്മൾ എന്നാ ചെയ്യും, ഒരെണ്ണം ഇങ്ങനെ നമ്മൾ ആ
ഈ ബട്ടൺസ് പിടിച്ച് എക്സ്ട്രാ പിടിക്കത്തില്ലേ, ഇതൊന്നും. അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യും, ഇതിനെ എടുത്ത് അടുത്ത വീട്ടിൻ്റെ മുകളിലേക്ക് കയറ്റി വെച്ചാൽ പറ്റിയിട്ടില്ല. അപ്പം സത്യത്തിൽ അത് വൃത്തിയായിട്ട് എടുത്താൽ ചിലപ്പോൾ അടുത്ത മണ്ണിൽ അതുകൊണ്ട് ചിലപ്പോൾ ലൂസ് ചെയ്തെടുക്കാതെ ഇത് കള്ളപ്പരിപാടിയല്ലേ, എളുപ്പ പരിപാടി. നമ്മളിത് പറയുന്നു, ഈ റെഡിമെയ്ഡൊക്കെ കിട്ടുന്നത് എടുത്തിട്ട് ഇത് ഇങ്ങനെയാണ് മനസ്സിലായി. അല്ലാതെ ഈ പറഞ്ഞ എനിക്ക് എളുപ്പത്തിൽ ചെയ്ത് എൻ്റെ പണിയും ചെയ്യണം. ഇതിൻ്റെയും നമ്മൾ മുമ്പത്തെ പോലെ തന്നെ ഈ എക്സ്ട്രാ കഴുത്തിൻ്റെ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് ചെറിയ കത്തിട്ട് കൊടുത്ത് പതിച്ചടിക്കാം. പതിച്ചടിക്കുമ്പോൾ അടുത്ത് പുറത്ത് ഈ നല്ല തുണിയിൽ വരാത്ത രീതിയിൽ പതിച്ചടിക്കട്ടെ. എനിക്ക് താഴേത് മുകളിലേക്ക് അടിച്ചു എൻ്റെ മുകളിൻ്റെ ആഴമാണ് താഴേക്ക് കൊടുത്തിട്ട് ഏത് തുണിയിലാണ് അടുത്ത് വരേണ്ടത് നമ്മൾ എക്സ്ട്രാ എടുത്തിട്ട് തുണി വെക്കണം. കറക്റ്റായിട്ട് കൊടുത്ത് ഫുള്ളായി. അങ്ങനെ നമ്മുടെ ഫ്രണ്ട് പാർട്ടിൻ്റെ തയ്ക്കൽ പോകും. പണി എളുപ്പമായില്ലേ? ബാക്കും തയ്ച്ചു, ഫ്രണ്ടും തയ്ച്ചു. ഇനി നമുക്ക് എന്നതേ ഉള്ളൂ, ഷോൾഡർ അറ്റാച്ച്. രണ്ട് ഫ്രണ്ട് പാർട്ടും പതിച്ചടിച്ചിട്ട് തന്നെ നോക്കണം. പതിച്ചടിക്കാൻ കഴിഞ്ഞാൽ മേൽ സ്റ്റിച്ച് കൊടുത്തിട്ട് കേട്ടോ, അത് ലാസ്റ്റ്. ഇനി നമ്മളിപ്പം തയ്ച്ച് പിടിപ്പിച്ച തുണിയുടെ ആ സൈഡ് പിടിച്ചു. ലൈനിങ് തുണിയാണെന്ന് പറഞ്ഞാലും അത് അങ്ങനെ അരി വരച്ച് ദൂരായിട്ട് കിടക്കും. അരി വരച്ചിട്ട് മെയിൻ തുണിയിലേക്ക് ഇത് നിങ്ങളുടെ ബാക്ക് വെച്ച് ഈ ബാക്ക് പാർട്ടിലേക്ക് നമ്മൾ തയ്ച്ച് വെച്ചിരിക്കുന്ന ബാക്ക് പാർട്ടിൻ്റെ നല്ല വശത്തേക്ക് ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല വശത്താണ് നമുക്ക് എന്ത് ചെയ്യണം, ഷോൾഡർ അറ്റാച്ച്. നമ്മളെന്നും പറയുന്നത് ഷോൾഡർ അറ്റാച്ച്. അതിനെന്ത് ചെയ്യണം, രണ്ട് വശവും ലെഗ് വേറെ ചേർത്തിട്ട് ബാക്കിലെ ലൈനിങ് കൂടി ഫ്രണ്ട് വെച്ച് കറക്റ്റ് അവിടെ രണ്ട് കൂടി എക്സ്ട്രാ കട്ട് ചെയ്തിട്ട് രണ്ട് ചോദിക്കും. ഈ തുണി ആയതുകൊണ്ട് കാണാൻ പാടില്ല അല്ലേ, അപ്പടി മേളം കോലം പോലിരിക്കുന്നു. തിരിച്ചു ആ രണ്ടാമത്തെ പച്ചമുറി കഴിച്ചെടുക്കുക കാണിച്ചിട്ട് ഇനി നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, അത് രണ്ടും പിടിപ്പിച്ച് കഴിഞ്ഞു ഞാൻ ഫ്രണ്ട് പാർട്ടിൻ്റെ ഒരറ്റത്ത് പതിച്ചടിക്കുന്നു. ഒരു 4 ഇഞ്ച് ഗ്യാപ്പിട്ട് പതിച്ചടിക്കുന്നു. അല്ല അരികിലൂടെ ഇങ്ങനെയൊക്കെയാണ് സാധാരണ നമ്മൾ മേടിക്കുന്ന ഡ്രസ്സുകളിലൊക്കെ അടുത്ത് കാണും. അതുകൊണ്ട് അങ്ങനെ അടിച്ചേക്കാം നമുക്കും കുറയ്ക്കുന്നു. അങ്ങനെ ഫുള്ള് താഴേന്ന് കഴുത്തടിച്ച് ബാക്ക് കഴുത്തിൽ കൂടെ വന്ന് അടുത്ത കഴുത്തിൻ്റെ ഫ്രണ്ട് പാർട്ടിൽ കൂടെ തയ്ച്ച് പോകുന്നു. അഥവാ നിങ്ങൾ കാണുന്നു. ഇത് കിട്ടിയോ? അങ്ങനെ നമ്മൾ ഫുള്ള് തയ്ച്ചു ഏതാണ്ട് ഇതായി. മനസ്സിലായോ? മനസ്സിലായോ? നമ്മളെ കഷം രണ്ടും കൂടെ ഒന്ന് ചേർത്ത് ഒന്ന് നോക്കുവാണേ.
കഷത്തിൻ്റെ കുഴിയില്ലേ, കൈക്കുഴി തയ്ച്ചില്ല, തയ്ക്കാതെ തന്നെ നമ്മൾ ബാക്കി ബോഡി പാർട്ട് തമ്മിൽ ചേർത്ത് സിംഗിൾ സ്റ്റിച്ച് മറുവശം കൂടെ തയ്യലെല്ലാം കഴിഞ്ഞ് ഫ്രണ്ട് പാർട്ട് ചേർത്തത് ഇങ്ങനെ ആയിരിക്കും നമ്മുടെ കൈക്കുഴി ഇരിക്കുന്നത് കണ്ടോ, ഒരു പ്രത്യേക ഷേപ്പിലല്ലേ. ഇപ്പം നിങ്ങൾ തീരുമാനിച്ചോണം, ഈ പാർട്ട് തയ്ച്ചത് മറ്റേ പാർട്ടിൻ്റെ മുകളിലേക്ക് വെക്കാൻ നമ്മൾ ഇങ്ങനെ തേച്ച് വെച്ചിട്ടാണ് നമ്മൾ ബട്ടൺസ് പിടിക്കുന്നത് കണ്ടോ. അത് അങ്ങോട്ടോ നെയ്തെടുത്ത് അങ്ങോട്ടോ അത് നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് വേണ്ട. ബാക്ക് പാർട്ട് ഞാൻ തയ്ച്ചിട്ടൊന്നും ചെയ്ത് എമ്മയല്ല മെഷീനെ വിട്ടാൽ നല്ല വൃത്തിയായിട്ടായി. അതുപോലെ ഷോൾഡറൊക്കെ നമ്മൾ ഇതൊരു റെഡിമെയ്ഡ് അല്ല, ഒരു പറയുന്നില്ല എങ്ങനെയൊക്കെ കണ്ടോ. ഇനി നമുക്കൊരു പണിയും ഈ കൈക്കുഴി ഒന്ന് അടിച്ചെടുക്കും. അതിന് മുമ്പ് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല, കൈക്കുഴി ഞാൻ സ്വല്പം കൂടെ ഷേപ്പ് ചെയ്തു, ഒരു സ്വല്പം കൂടെ ഇറക്കുമായിരുന്നു. മുമ്പ് ഞാൻ 7 അല്ലേ വെച്ചത്, അപ്പോൾ ഒരു സ്വല്പം കൂടെ ഇറക്കി ഈ ഷോൾഡറിൻ്റെ സ്വല്പം തട്ടി കേട്ടോ. അപ്പോൾ അതുപോലെ ഫ്രണ്ടിലോട്ടൊരു 4 ഇഞ്ച് 6 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ വെക്കുന്ന ഫ്രണ്ട് പാർട്ട് അത് ഒരു സ്വല്പം 4 ഇഞ്ച്. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒരു ക്രോസ് പീസ് ഒരു 1 ഇഞ്ച് മിച്ചം രീതിയിലുള്ള നല്ല ക്രോസ് പീസ്. അതെന്നാന്ന് ചോദിച്ചാൽ ഒരേ അളവായിരിക്കണം, ഒരേ വീതിയിൽ നല്ല പറ്റുമെങ്കിൽ ഒറ്റ പീസ് അല്ല 2 പീസ് ചേർത്ത്. ഞാനിത് 2 പീസ് ചേർത്ത് ഇത് ഒരേ വീതിയിൽ തയ്ച്ചിട്ടുണ്ട്. അതെന്നാന്ന് വെച്ചാൽ നമ്മുടെ സ്ലീവിൻ്റെ അറ്റത്ത് നമ്മൾ പൈപ്പ് ഇങ്ങനെ തയ്ച്ചിട്ട് അകത്തോട്ട് മടക്കണം, ചുളുക്കോട്ട് വരും, വൃത്തികേട് അങ്ങനെ വൃത്തികേടാണ് നടത്ത് നല്ല നമുക്ക് എങ്ങനെ വേണേലും ചെയ്യും. ഞാൻ ചെയ്യാൻ പോകുന്നത് ഒന്ന് മടക്കും കണ്ടോ, ഒന്നുകൂടെ മടക്കിയാൽ ഒന്ന് വേണേൽ അടിച്ച് ഇതൊക്കെ വരാൻ സാധിക്കും. അകത്തെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ആ തുണിയെ കറക്റ്റ് ജസ്റ്റ് ഒന്ന് അകത്തോട്ട് നോക്കിയിട്ട് ആ തയ്യലേ കൂടെ നമ്മളിപ്പോൾ അടിച്ച അടുപ്പിൻ്റെ മുകളിൽ, അതുകൊണ്ട് 2 ഉപകാരമുണ്ട്. ഒരു അടുപ്പ് ലാഭിക്കുകയും ചെയ്യാം, എന്നിട്ട് ഇതിൻ്റെ അറ്റം കഴിക്കുകയും ചെയ്യും. അങ്ങനെ ഞാൻ ഫുൾ കഴിക്കും. ഒരുപോലെ വരണം, അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് നിങ്ങളോട് പറഞ്ഞത്. അല്ലെ അറിയത്തില്ലാത്തൊരു ചുമ്മാതെ ഇങ്ങനെ പോസ്റ്റ് വെച്ചിട്ട് തിരിച്ചടിക്കാതെ അത് പ്രത്യേകത. ഇനി നമുക്ക് എന്ത് ചെയ്യണം, നല്ല പൈപ്പിങ് പിടിപ്പിച്ചോലായിരിക്കും കണ്ടോ, നല്ല രസം. അങ്ങനെ ഇരുന്നാലും കാണാൻ നല്ലതാണ്. ഇപ്പം ഞാൻ അത് കണ്ടോ, നല്ല ചേലല്ലേ കാണാം. വേണ്ട കാരണം അപ്പത്തെ തയ്യൽ നടക്കുന്നുണ്ട്. അപ്പം നമ്മൾ ആ ഒന്ന് മടക്കിയല്ലോ, അതിനെ ഒന്നിന് അകത്തോട്ട് മടക്കി നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ അകത്തോട്ട് മടക്കി അപ്പം പിടിച്ച് കൊടുക്കണം. തിരക്ക് വെക്കരുത്, വളവിലൊക്കെ വരുമ്പം ചുളുക്കമില്ലാത്ത പോലെ വൃത്തിയാക്കി. ഫുൾ അങ്ങനെ തയ്ച്ചു തരാം. അപ്പം നിങ്ങൾ എൻ്റെ കൂട്ടുകാർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാനിടുന്ന വീഡിയോ നിങ്ങളിൽ ഒരു 10% ആൾക്കാർക്ക് കിട്ടുന്നതിപ്പോൾ എനിക്ക് ഉറപ്പാണ്. നോട്ടിഫിക്കേഷൻ വരുന്നില്ലെന്ന് എല്ലാവരും പറയുന്നത്. നിങ്ങൾ ഒന്നുകൂടെ ആ സബ്സ്ക്രൈബ് എന്ന ബട്ടണിൽ ഒന്ന് തൊടുമ്പോൾ നിങ്ങൾക്കറിയാം, ഈ ഓൾ എന്ന ഓപ്ഷൻ ഒരു ബെല്ല് ഐക്കൺ വരും, അതിൽ തൊട്ട് കഴിയുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ വരും. അത് ക്ലിക്ക് ചെയ്താൽ ഉറപ്പായിട്ടും ഞാൻ കാണുകയും ചെയ്യും. വർഷം 1 മുമ്പിട്ട് ഒരു റൗണ്ട് നമ്മുടെ പ്ലേറ്റഡ് നൈറ്റിയുടെ വീഡിയോ അല്ല സ്റ്റിച്ചിങ് വീഡിയോ ഇടുമോയെന്ന് ഇപ്പോൾ ഒരാൾ ചോദിച്ചേക്കുന്നു. ഞാൻ കണ്ടു. അതാ നമ്മുടെ പ്രശ്നം, നമുക്ക് കയറി വരുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ കൂടെ ചെയ്യണം. അതുപോലെ ഞാൻ
നമ്മളെ പോലെ പ്രായമുള്ള എൻ്റെ വീട്ടുകാർക്ക് എക്സർസൈസ് വീഡിയോകൾ, ബ്യൂട്ടി സ്റ്റൈൽ വീഡിയോകളൊക്കെ ഉണ്ടാകാതിരിക്കാൻ എക്സർസൈസ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ കാണണം. നിങ്ങളെ വേണ്ടപ്പെട്ടവർക്ക് പേരൻസിനോ വീട്ടുകാർക്കോ ഒക്കെ അയച്ചു കൊടുക്കാനും ശ്രമിക്കണം. നമ്മുടെ കയ്യിൽ കഴിഞ്ഞ് ഒരെണ്ണം ഞാൻ തിരിച്ചു കഴിഞ്ഞു. പിന്നീട് തിരിച്ചേർത്ത് വേണ്ടവർ അടുത്തത് വേണ്ട അളവ് ഞാൻ ഒത്തിരി കയറ്റി എടുക്കില്ല.